നമസ്കാരം. ഗ്ലോബൽ സമയത്തിലേക്ക് സ്വാഗതം. യുഎസിലെ ആരോഗ്യ മേഖലയും അതുമായി ബന്ധപ്പെട്ട മാറ്റങ്ങളും എന്നും ചർച്ചയാകാറുണ്ട്. ഇപ്പോഴിതാ യുഎസിന്റെ ആരോഗ്യ മേഖലയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പോകുന്ന പുതിയ ഒരു ബില്ല് അവതരിപ്പിച്ചിരിക്കുകയാണ്. യുഎസ് ജനപ്രതിനിധി സഭാംഗമായ ഐറിസ് ബെർലിസൺ ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവിൽ അവതരിപ്പിച്ച HR 8324 അഥവാ ഗ്രേറ്റ് അമേരിക്കൻ ഹെൽത്ത് കെയർ പ്ലാൻ എന്ന ബില്ലിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് വിശദമായി നോക്കുന്നത്. ഈ ബില്ല് യുഎസിലെ ജനങ്ങളുടെ ചികിത്സാ ചെലവുകളെയും ഇൻഷുറൻസ് സംവിധാനങ്ങളെയും എങ്ങനെ ബാധിക്കും, എന്തൊക്കെയാണ് ഇതിലെ പ്രധാന നിർദ്ദേശങ്ങൾ, ഇതിലൂടെ സാധാരണക്കാർക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്ക് വിശദമായി തന്നെ നോക്കാം. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ട ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത് 2026 ഏപ്രിൽ 16 ഈ ബില്ല് ഔദ്യോഗികമായി സ്വീകരിക്കപ്പെട്ടത്. നിലവിൽ ഈ ബില്ലിന് സഭയിലെ 6 കോ സ്പോൺസർമാരുടെ പിന്തുണയുണ്ട്. ഇന്റേണൽ റവന്യൂ കോഡിൽ ആരോഗ്യപരമായി ബന്ധപ്പെട്ട വളരെ നിർണായകമായ ചില ഭേദഗതികൾ വരുത്താനാണ് ഈ നിയമനിർമ്മാണത്തിലൂടെ ഐറിക് ശ്രമിക്കുന്നത്. പ്രധാനമായും ഹെൽത്ത് സേവിങ്സ് അക്കൗണ്ടുകൾ മെച്ചപ്പെടുത്തുക, ആരോഗ്യ മേഖലയിലെ വിവരങ്ങളിൽ സുതാര്യത കൊണ്ടുവരിക, കൂടാതെ ഹെൽത്ത് ഇൻഷുറൻസ് ഓപ്ഷനുകളിലേക്കുള്ള ജനങ്ങളുടെ പ്രവേശനക്ഷമത വിപുലീകരിക്കുക എന്നിവയാണ് ഈ ബില്ലിന്റെ ലക്ഷ്യങ്ങൾ. നമുക്കിതിലെ ഓരോ പ്രധാന വശങ്ങളും വിശദമായി തന്നെ നോക്കാം. ഒന്നാമത്തത് ഹെൽത്ത് സേവിങ്സ് അക്കൗണ്ടുകളിലെ മാറ്റങ്ങളാണ്. ഹെൽത്ത് സേവിങ്സ് അക്കൗണ്ടുകൾ അഥവാ HSA നവീകരിക്കാൻ ബില്ല് നിർദ്ദേശിക്കുന്നു. വ്യക്തികൾക്ക് തങ്ങളുടെ ചികിത്സാ ആവശ്യങ്ങൾക്കായി ടാക്സ് ഫ്രീ ആയി കൂടുതൽ പണം സമ്പാദിക്കാൻ ഇതിലൂടെ സാധിക്കും. ഇത് സാധാരണക്കാരായ പൗരന്മാർക്ക് അവരുടെ ആരോഗ്യ സംരക്ഷണ ചെലവുകൾ കൈകാര്യം ചെയ്യുന്നതിൽ വലിയൊരു ഫിനാൻഷ്യൽ ഫ്ലെക്സിബിലിറ്റി നൽകുമെന്നാണ് റിപ്പോർട്ടുകൾ. ഭാവിയിൽ വന്നേക്കാവുന്ന വലിയ ചികിത്സാ ചെലവുകളെ നേരിടാൻ ഇത് ജനങ്ങളെ സഹായിക്കും. അടുത്തത് പ്രൈസ് ട്രാൻസ്പെറൻസിയാണ്. ഈ ബില്ലിലെ ഏറ്റവും വിപ്ലവകരമായ മാറ്റങ്ങളിൽ ഒന്നാണ് പ്രൈസ് ട്രാൻസ്പെറൻസി അല്ലെങ്കിൽ വിലയിലെ സുതാര്യത. പലപ്പോഴും രോഗികൾക്ക് ആശുപത്രികളിൽ കൃത്യമായി എത്ര തുകയാകും ചികിത്സയ്ക്ക് എന്ന് മുൻകൂട്ടി അറിയാൻ കഴിയില്ല. ഇതിനൊരു പരിഹാരം എന്നോണം ഹെൽത്ത് മാർക്കറ്റ് പ്ലസ് പൂളുകളെ തൊഴിലുടമകളായി അംഗീകരിക്കാൻ ബില്ല് അവകാശപ്പെടുന്നു. ഇതുവഴി അവർക്ക് ഗ്രൂപ്പ് ഹെൽത്ത് പ്ലാനുകൾ നൽകാൻ സാധിക്കും. എന്നാൽ ഈ പ്ലാനുകൾ ചില കർശനമായ നിബന്ധനകൾ പാലിക്കേണ്ടതുണ്ട്. ജീവനക്കാർക്ക് പ്ലാനുകൾ നൽകുമ്പോൾ യാതൊരുവിധ വിവേചനവും പാടില്ല. നിശ്ചിത അംഗത്വ യോഗ്യതകൾ കൃത്യമായി പാലിക്കണം. ഏറ്റവും പ്രധാനമായി വിവിധ സേവനങ്ങൾക്കുള്ള സ്റ്റാൻഡേർഡ് ചാർജുകൾ പരസ്യമായി വെളിപ്പെടുത്തണം. ഇത് മാത്രമല്ല, ആംബുലേറ്ററി സർജിക്കൽ സെന്ററുകളും അവരുടെ വിവിധ സേവനങ്ങൾക്കായി നിശ്ചയിച്ചിട്ടുള്ള ചാർജുകൾ കൃത്യമായി വെളിപ്പെടുത്തേണ്ടി വരും. രോഗികൾക്ക് കാര്യങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി 2028 ജനുവരി 1 ഇതിനായി ഒരു ഏകീകൃത ഫോർമാറ്റ് വികസിപ്പിച്ചെടുക്കാൻ ബന്ധപ്പെട്ട സെക്രട്ടറിക്ക് ബില്ല് നിർദ്ദേശം നൽകുന്നുണ്ട്. ഈ നിയമങ്ങൾ ലംഘിക്കുന്ന സ്ഥാപനങ്ങൾക്ക് കനത്ത സിവിൽ പെനാൽറ്റികൾ നേരിടേണ്ടി വരും. അടുത്തത് ചില കരാറുകൾക്കുള്ള നിരോധനമാണ്. ആരോഗ്യ മേഖലയിലെ മറ്റൊരു വലിയ ചൂഷണത്തിന് ഈ ബില്ല് തടയിടുന്നുണ്ട്. ഗ്രൂപ്പ് ഹെൽത്ത് പ്ലാനുകൾക്ക് ആവശ്യമായ വിവരങ്ങൾ ലഭ്യമാകുന്നത് തടയുന്ന തരത്തിലോ വൈകിപ്പിക്കുന്ന തരത്തിലോ ഉള്ള യാതൊരുവിധ രഹസ്യ കരാറുകളും ഹെൽത്ത് സർവീസ് എഗ്രിമെന്റുകളിൽ ഉൾപ്പെടുത്താൻ പാടില്ല. ഈ നിയമം ലംഘിക്കുന്ന ഏതൊരു ഹെൽത്ത് കെയർ പ്രൊവൈഡർക്കും നിയമം അനുസരിക്കുന്നതുവരെ പ്രതിദിനം $1,00,000 വീതം കനത്ത പിഴ ചുമത്താൻ ബില്ലിൽ വ്യവസ്ഥയുണ്ട്. ഈ ചട്ടങ്ങൾ കൃത്യമായി നടപ്പിലാക്കുന്നുണ്ടെന്ന് ഉറപ്പിക്കാനുള്ള ചുമതല സെക്രട്ടറിക്കായിരിക്കും ഉള്ളത്. അടുത്തത് മരുന്നുകളുടെ ലഭ്യത വിപുലീകരിക്കലാണ്. അടുത്തതായി മരുന്നുകളുടെ ലഭ്യതയെക്കുറിച്ചാണ് ബില്ല് പറയുന്നത്. എക്സ്പാൻഡഡ് ആക്സസ് പ്രിസ്ക്രിപ്ഷൻ ഡ്രഗ്സുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾക്ക് വിരുദ്ധമായ യാതൊരു നിയമവും നിർമ്മിക്കാൻ യുഎസിലെ സംസ്ഥാനങ്ങൾക്ക് അധികാരമുണ്ടായിരിക്കില്ല. എന്നാൽ സംസ്ഥാനങ്ങൾക്ക് വേണമെങ്കിൽ ഇവ നിർദ്ദേശിക്കുന്നതിൽ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താം. ലൈസൻസ് ഉള്ള ആരോഗ്യ വിദഗ്ധരെയാണ് ഇതിനായി ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. കൂടാതെ ഗവൺമെന്റ് പ്രോഗ്രാമുകൾ ഈ മരുന്നുകൾക്ക് ആവശ്യമായ കവറേജ് നൽകണമെന്നും ബില്ലിൽ നിർബന്ധമാക്കുന്നുണ്ട്. അടുത്തത് കമ്പനികളിലെ സ്വാധീനമാണ്. ഈ പുതിയ ബില്ല് അമേരിക്കൻ കോർപ്പറേറ്റ് ലോകത്തും വലിയ ചലനങ്ങൾ ഉണ്ടാക്കും. ഉദാഹരണത്തിന് ഹെൽത്ത് കെയർ പ്രൊവൈഡർമാരും ആംബുലേറ്ററി സർജിക്കൽ സെന്ററുകളും പുതിയ വില സുതാര്യത നിയമങ്ങളുമായി പൊരുത്തപ്പെടേണ്ടതായി വരും. അതുപോലെ പ്രമുഖ ഇൻഷുറൻസ് കമ്പനികളായ യുണൈറ്റഡ് ഹെൽത്ത് ഗ്രൂപ്പ് ഇൻകോർപ്പറേറ്റഡിനെ ഇത് കാര്യമായി ബാധിച്ചേക്കാം. കാരണം ഇൻഷുറൻസ് ഓപ്ഷനുകളിലെ മാറ്റങ്ങളും മരുന്നുകൾക്ക് നിർബന്ധിത കവറേജ് നൽകണമെന്ന വ്യവസ്ഥയും ഇവരുടെ ബിസിനസ് രീതികളിൽ മാറ്റങ്ങൾ വരുത്താൻ കാരണമായേക്കും. വ്യക്തിഗത സമ്പാദ്യം വർദ്ധിപ്പിക്കാനും ആരോഗ്യരംഗത്തെ വിലവിവരങ്ങൾ കൂടുതൽ സുതാര്യമാക്കാനും ആവശ്യമായ മരുന്നുകളുടെ ലഭ്യത ഉറപ്പാക്കാനുമാണ്
ഗ്രേറ്റ് അമേരിക്കൻ ഹെൽത്ത് കെയർ പ്ലാൻ ലക്ഷ്യമിടുന്നത്. ഈ ബിൽ അവതരിപ്പിച്ച എറിക് മറ്റു ചില പ്രധാന ബില്ലുകളും സഭയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ബില്ല് US കോൺഗ്രസിൽ പാസ്സായി നിയമമായി മാറുമോ എന്നത് വരും ദിവസങ്ങളിൽ നമുക്ക് കണ്ടറിയാം.